നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതിഷേധത്തിനിടെ വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കള്ളക്കഥ മെനഞ്ഞതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തിയതായും സണ്ണി ജോസഫ്. കൂത്തുപറമ്പിലെ UK കുഞ്ഞിരാമൻ തലശ്ശേരി കലാപത്തിന്റെ ഇരയിലെന്ന് UDF നേതാക്കൾ. കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാറപ്പുറത്ത് നടത്തിയ പ്രസംഗം യാഥാർത്ഥ്യ വിരുദ്ധമായ പെരും നുണയാണെന്നും UDF നേതാക്കൾ. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നടത്തിവരുന്ന പദയാത്രകൾ NDA സർക്കാരിന്റെ അഴിമതിയും പോരായ്മകളും തുറന്നുകാട്ടാനാണെന്ന് പുതുച്ചേരി പ്രദേശ് കോൺഗ്രസ് നേതാക്കൾ. പുതുച്ചേരിയിൽ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കുമെന്നും നേതാക്കൾ. VS അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചവരെ ഉടൻ കണ്ടെത്തണമെന്ന ആവശ്യവുമായി മുൻ CPM നേതാവ് V കുഞ്ഞികൃഷ്ണൻ. DYSP ഉൾപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചതെന്ന് കുഞ്ഞികൃഷ്ണൻ. വാർത്തകൾ വിശദമായി. പ്രതിഷേധത്തിനിടെ വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കള്ളക്കഥ മെനഞ്ഞതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. പരുക്ക് സാധൂകരിക്കുന്ന ദൃശ്യ തെളിവുകളില്ല. മുഖ്യമന്ത്രി കലാപ ആഹ്വാനം നടത്തി. CPM അക്രമം അഴിച്ചുവിട്ടതായും മന്ത്രിയും CPM-ഉം പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രിക്ക് പരിക്കേൽക്കുന്നതോ മന്ത്രിയുടെ പരിക്ക് എന്താണെന്ന്, കഴുത്തിന് ഓറലാകാം, പൊട്ടലാകാം, കരുവാളിപ്പാവാം, നീർക്കെട്ടാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സൂചന പോലും ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നതിനോ മെഡിക്കൽ ബുള്ളറ്റിന് ഇറക്കുന്നതിനോ തയ്യാറായിട്ടില്ല. മന്ത്രി എവിടെ എന്ന് അറിയാത്ത സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആരോഗ്യമന്ത്രി എവിടെ? ആരോഗ്യമന്ത്രി ആരോഗ്യവതിയാണോ? പരിയാരത്ത് നിന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങിപ്പോയി. ഈ കള്ളത്തരങ്ങൾ ഒന്നൊന്നായിട്ട് ലോകം അറിയുന്നതിനുള്ള ജാള്യതയായിരിക്കാം ഇത്തരത്തിലൊരു ഒളിച്ചോട്ടത്തിലേക്ക് എത്തിയത്. അതിനിടയിൽ കണ്ണൂർ DCC ഓഫീസ് ഉൾപ്പെടെ ആക്രമിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാര് അവരുടെ അണികൾക്ക് നിർദ്ദേശം നൽകിയ അക്രമങ്ങൾ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കളവായ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട KSUവിന്റെ സജീവ പ്രവർത്തകന്റെ കോഴിക്കോട് വീടിന് നേരെ ബോംബേറ്, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി വരുന്ന പേരാവൂരിലെ പരിപാടിക്ക് അവിടെ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് ഉൾപ്പെടെ എല്ലാ പ്രചരണ മെറ്റീരിയൽസും നശിപ്പിക്കുന്നു. ഓഫീസുകൾക്ക് നേരെ കയ്യേറ്റം, പ്രവർത്തകർക്കെതിരെ ആക്രമണം, വീടുകൾക്ക് നേരെ ബോംബാക്രമണം. ഇതെല്ലാം CPM അഴിച്ചുവിട്ടത് ഈ കള്ളപ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ കള്ളപ്രചരണങ്ങൾ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. മന്ത്രിയും CPM നേതൃത്വവും ഇതിലെ മാപ്പ് പറയുക തന്നെ വേണം. കേരളത്തെ കലാപകലുഷിതമാക്കാൻ നടത്തിയ ഈ കള്ളപ്രചരണത്തിൽ മന്ത്രിയും CPM നേതൃത്വവും കുറ്റം സമ്മതിച്ച് മാപ്പ് പറയണം. കൂത്തുപറമ്പിലെ UK കുഞ്ഞിരാമൻ തലശ്ശേരി കലാപത്തിന്റെ ഇരയല്ലെന്നും കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാറപ്പുറത്ത് നടത്തിയ പ്രസംഗം യാഥാർത്ഥ്യ വിരുദ്ധമായ പെരും നുണയാണെന്നും UDF നേതാക്കൾ. ഒരിക്കലും ഓർക്കാതിരിക്കാൻ നാട് ആഗ്രഹിക്കുന്ന തലശ്ശേരി കലാപത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ സംസാരിച്ചത് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടിൽ കണ്ണുനട്ടാണെന്നും UDF നേതാക്കൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. തലശ്ശേരി കലാപം UK കുഞ്ഞിരാമന്റെ മരണവുമായി ബന്ധപ്പെടുത്തി പാറപ്പുറം ജുമാ മസ്ജിദ് നൽകിയ ഒരു അനുമോദന യോഗത്തിൽ വെച്ച് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന രീതിയിലുള്ള ഒരു തികച്ചും വിഭാഗീയമായ പ്രചരണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അടുത്ത ദിവസം നടത്തുകയുണ്ടായി. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് 71 കലാപവുമായി ബന്ധപ്പെട്ട് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായി ആ കലാപത്തിന് ആധാരമായ കാര്യകാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ പിന്നാമ്പുറത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി വിലയിരുത്തുകയും വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് അത് ബഹുജന സമക്ഷം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് സമുദായ പ്രീണനം നടത്തി അത് വോട്ടാക്കി മാറ്റി ഞങ്ങളാണ് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകർ എന്ന ധാരണയുണ്ടാക്കി അവരെ ഒപ്പം നിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ബോധപൂർവമായ
ഒരു ശ്രമമാണ് തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പിലെ UK കുഞ്ഞിരാമൻ തലശ്ശേരി കലാപത്തിന്റെ ഇരയല്ലെന്നും കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാറപ്പുറത്ത് നടത്തിയ പ്രസംഗം യാഥാർത്ഥ്യ വിരുദ്ധമായ പെരും നുണയാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. ഒരിക്കലും ഓർക്കാതിരിക്കാൻ നാട് ആഗ്രഹിക്കുന്ന തലശ്ശേരി കലാപത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ സംസാരിച്ചത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഈ പ്രസംഗം വരുന്നതും ബോധപൂർവം പള്ളി കമ്മിറ്റിക്കാർ കൊണ്ട് ഉപകാരപ്പെടുത്തുന്നതും എന്നിട്ട് അത് ചർച്ച ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ചാനൽ സംപ്രേഷണത്തിലൂടെ ഒരു വിഭാഗത്തിന്റെ വോട്ട് തട്ടിയിട്ട് ഇവിടെ ഞങ്ങൾ പറയുന്നത് ഉത്തരവാദപ്പെട്ട UDFന്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുണ്ട്. ഞങ്ങൾ പറയുന്നത് CPM പാർട്ടി ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഒരു പരസ്യ സംവാദത്തിന്. ഈ പഴയ ബസ് സ്റ്റാൻഡോ പുതിയ ബസ് സ്റ്റാൻഡോ മൈക്കും സ്റ്റേജും ലൈറ്റും ട്യൂബും പ്രജെല്ലാം നമ്മൾ കെട്ടിക്കോളാം, വന്ന് നിന്നാൽ മതി. നമ്മൾ പിണറായി വിജയൻ എന്നല്ല നമ്മൾ വരും, കാരണം അത്ര വലിയ നേതാവാണ്, നമ്മുടെ അടുത്ത് സംവദിക്കേണ്ട നേതാവ്, വലിയ നേതാവാണ്. പക്ഷെ കണ്ണൂർ MV ജയരാജനോ അതല്ലെങ്കിൽ പിന്നെ ജില്ലാ സെക്രട്ടറി രാകേഷ് അടക്കമുള്ള ഈ വിഷയത്തിൽ അധിക പ്രസംഗം നടത്തുന്ന കുറേ ആളുകൾ അവരാരെങ്കിലും ഒരാൾ വന്ന് സംവദിക്കുകയാണെങ്കിൽ UDFന്റെ നേതൃത്വം ഈ രേഖകൾ വെച്ച് സംവദിക്കാനും കഴിഞ്ഞ 54 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കളവ് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഇത് രാഷ്ട്രീയമായി കാണുന്നില്ല. ഞങ്ങളിത് 100% CPMന്റെ തലയിലേക്ക് കെട്ടിവെക്കാറുണ്ട്. കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് 2 വിഭാഗമായി. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ കാരണം പ്രത്യേകം ഒരു ഇത്ര പേജ് വരാണെന്ന് പറയുന്നതിൽ 90% CPM ഈ രാജ്യത്തെ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയ മുസ്ലിം ലീഗ് വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയുമാണ്. അത് ഊതിവീർത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ കുറ്റബോധത്തിൽ നിന്നാണ് അന്വേഷണ കമ്മീഷൻ മുമ്പാകെ CPM പാർട്ടി കക്ഷി ചേരുകയോ ഹാജരാവുകയോ മൊഴി കൊടുക്കുകയോ ചെയ്യാതിരുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഇന്നത്തെ ഘടകകക്ഷി CPI അവരുടെ നിലപാട് വ്യക്തമാക്കണം. എന്താണ് അന്നത്തെ യാഥാർത്ഥ്യമെന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അവരുടെ വേദിയിലിരിക്കുന്ന CPIയുടെ നേതാക്കന്മാർക്ക് തിരുത്താനുള്ള ബാധ്യതയുണ്ട്. തലശ്ശേരി കലാപത്തിൽ ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഇക്കാര്യം കലാപത്തെപ്പറ്റി അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് UDF സന്നദ്ധമാണെന്നും മുഖ്യമന്ത്രിയുടെ പാർട്ടി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോയെന്നും നേതാക്കൾ ചോദിച്ചു. വാർത്താ സമ്മേളനത്തിൽ UDF നേതാക്കളായ സജീവ് മാറോളി, അഡ്വക്കേറ്റ് KA ലത്തീഫ്, MP അരവിന്ദാക്ഷൻ, M മഹമ്മൂദ്, അഡ്വക്കേറ്റ് CG അരുൺ, K ശശിധരൻ, CKP മമ്മു എന്നിവർ പങ്കെടുത്തു. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നടത്തിവരുന്ന പദയാത്രകൾ NDA സർക്കാരിന്റെ അഴിമതിയും പോരായ്മകളും തുറന്നുകാട്ടാനാണെന്ന് പുതുച്ചേരി പ്രദേശ് കോൺഗ്രസ് നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരുമായ V നാരായണസ്വാമിയും V വൈദ്യലിംഗം MPയും മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാഹിയിൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രയിൽ പങ്കെടുക്കുവാനെത്തിയതായിരുന്നു നേതാക്കൾ. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നടത്തിവരുന്ന പദയാത്രകൾ NDA സർക്കാരിന്റെ അഴിമതിയും പോരായ്മകളും തുറന്നുകാട്ടാനാണെന്ന് പുതുച്ചേരി പ്രദേശ് കോൺഗ്രസ് നേതാക്കളും മുൻ മുഖ്യമന്ത്രിയുമായ V നാരായണസ്വാമിയും V വൈദ്യലിംഗം MPയും പറഞ്ഞു. മാഹിയിൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു നേതാക്കൾ. ഡെന്റൽ കോളേജ്, ആയുർവേദ കോളേജ്, കേന്ദ്രീയ വിദ്യാലയ, all these things have come up during the Congress regime only in Mahi. Apart from that, you can see during the Congress regime the adequate funds were provided by the government for the development of Mahi. For the last 5 years, the NR BJP government headed by Mr. Rangasamy totally neglected the development activities of Mahi, but our MLA Ramesh Parambat did whatever promises he has made to the people at the time of assembly election. Whatever the schemes implemented during Congress regime was done by Mr. Balsaraj by his efforts. He went to Delhi several times because central government was involved in providing the funds. He took me along with him for the purpose of sanctioning various schemes and projects for Mahi. Now the Honorable Chief Minister Mr. Rangasamy hardly visited Mahi for the last 5 years.
he has not taken any review of the implementation of various projects in Mahi. The efforts taken by Valsaraj, I know personally, and also Ramesh Parambat, whenever he comes to Puducherry, he was meeting the officers for the implementing various schemes. പുതുച്ചേരിയിൽ ഭരണമാറ്റം ഉറപ്പാണെന്നും കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുമെന്നും നേതാക്കൾ പറഞ്ഞു. മാഹിയിൽ നിന്ന് സർക്കാരിന് വരുമാനം കൂടുതൽ ലഭിക്കുന്നു. എന്നാൽ അത്ര പോലും തുക മാഹിക്ക് വേണ്ടി NDA സർക്കാർ ചെലവാക്കുന്നില്ല. എന്നാൽ കോൺഗ്രസ് ഭരണകാലത്ത് മാഹിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുടിവെള്ളം മുതൽ ആശുപത്രികൾ, പുഴയോര നടപ്പാത എന്നിങ്ങനെയുള്ള നിരവധി വികസന പദ്ധതികൾ സർക്കാർ കൊണ്ടുവന്നു. പദയാത്രകളിൽ ജനവികാരം മനസ്സിലാവുന്നുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. Pondicherry facing so many financial crises because of the Finance Commission inclusion. In the 2021, the Finance Minister, the present Finance Minister, announced they will include the Pondicherry in the Finance Commission. Even that too not happened past 5 years. Even that too is not discussed with the Home Minister, with the Amit Shah. And moreover, so many public issues are there, but it is not addressed. At the same time, so much of allegations taken place in the present government. ആരോഗ്യമേഖലയിലെ സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ലെന്ന വിഷയത്തിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ ഗൗരവമായ നടപടി ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് നിർമ്മിച്ച വ്യാജമരുന്നുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്തതായി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച അഴിമതി വിരുദ്ധ നിലപാട് പുതുച്ചേരിയിൽ നടപ്പാക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ ഗുരുതര പ്രശ്നമാണെന്നും യുവാക്കൾക്ക് തൊഴിൽ സൃഷ്ടിക്കാനുള്ള അടിയന്തര നടപടികൾ വേണമെന്നും നേതാക്കൾ പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിൽ റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ വികസന പദ്ധതികളിൽ 30% കമ്മീഷൻ വാങ്ങുന്നുണ്ടെന്നും 1200 കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ 600 മുതൽ 700 കോടി വരെ തട്ടിപ്പ് നടന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 26 അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടെന്നും CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് നിവേദനം സമർപ്പിച്ചതായും നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ AICC സെക്രട്ടറി ഇൻചാർജ് ഡോക്ടർ അഞ്ജലി നിമ്പലക്കാർ, മുൻ ആഭ്യന്തരമന്ത്രി E. വത്സരാജ്, MLA മാരായ രമേശ് പറമ്പത്ത്, വൈദ്യനാഥ്, PCC വൈസ് പ്രസിഡന്റ് PK ദേവദാസ്, ആനന്ദ് ബാബു എന്നിവരും പങ്കെടുത്തു. രക്തസാക്ഷി ഫണ്ട് വിവാദം പുകയുന്ന പയ്യന്നൂർ വെള്ളൂരിലെ പ്രസന്നന്റെ ബൈക്ക് കത്തിച്ചവരെയും VS അനിൽകുമാറിന്റെ വീട്ടിന് മുന്നിൽ റീത്ത് വെച്ചവരെയും ഉടൻ കണ്ടെത്തണമെന്ന ആവശ്യവുമായി മുൻ CPM നേതാവ് V. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി. DYSP ഉൾപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചതായാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചതെന്ന് കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും കായിക തൊഴിൽ മേഖലകൾക്കും പ്രത്യേക ഊന്നൽ നൽകി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാടനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും കായിക തൊഴിൽ മേഖലകൾക്കും പ്രത്യേക ഊന്നൽ നൽകുന്ന 2026-27 വാർഷിക ബജറ്റ് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ, പരിസര ശുചിത്വം എന്നിവയെല്ലാം ശക്തിപ്പെടുത്തിക്കൊണ്ട് ദാരിദ്ര്യരഹിതമായ, തൊഴിൽ സമ്പന്നമായ, ശുചിത്വ സുന്ദരമായ ഒരു കേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ നവകേരള സൃഷ്ടിയുടെ മുന്നണിപ്പടയാണ്. നവകേരള വികസന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. വികസനം ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അത് യഥാർത്ഥ വികസനമാവുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതിയും സമത്വവും ഉറപ്പാക്കുന്ന പദ്ധതികളാണ് ഈ ബജറ്റിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസ് അരുൾ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ഗിരിജ കല്യാടനാണ് ബജറ്റ് അവതരണം നടത്തിയത്. വികസന ദിശാബോധത്തോടെ തയ്യാറാക്കിയ ബജറ്റിൽ കായിക മേഖലയ്ക്ക് 60 ലക്ഷം രൂപയും തൊഴിൽ മേഖലയ്ക്ക് 20 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 32 ലക്ഷം രൂപയും മൃഗസംരക്ഷണ ക്ഷീര മേഖലയ്ക്കായി 60 ലക്ഷം രൂപയും നീക്കിവെച്ചു.
ഭവന പദ്ധതികൾ, സ്ത്രീപക്ഷ നവകേരളം, ആരോഗ്യ സാമൂഹ്യനീതി പദ്ധതികൾ, ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ, ജനസംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പാട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ, തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി, കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഫസീല, കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ആരതി, ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവിന കാരായി, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ K ബിജീഷ്, OK അനുരാധ, ഭരണസമിതി അംഗങ്ങളായ N സുധീർ ബാബു, M കലാവതി, NV ഷിനിജ, K ഷമീജ്, സൗമ്യ കാരായി, മുനീറ സുഹൈർ, PO രജുല, M ഉഷ, CC സാഹിൽരാജ് എന്നിവർ സംസാരിച്ചു. CC സാഹിൽരാജ്, സെക്രട്ടറി മുന്ന P സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ മാലിന്യങ്ങൾക്ക് തീയിട്ടതോടെ ആശുപത്രി മീൻ മാർക്കറ്റ് പരിസരങ്ങൾ കടുത്ത പുകയിൽ മുങ്ങി. രാവിലെ മീൻ മാർക്കറ്റിലെത്തിയ പലർക്കും ചുമയും ദേഹാസ്വാസ്ഥ്യവും ഉണ്ടായി. ആശുപത്രി കോമ്പൗണ്ടിൽ ആരാണ് ഈ അതിക്രമം കാണിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. തലശ്ശേരി ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ ശനിയാഴ്ച പുലർച്ചെ 5:30യോടെയാണ് മാലിന്യങ്ങൾക്ക് തീയിട്ടത്. പുകഞ്ഞു കത്താൻ തുടങ്ങിയതോടെ സമീപത്തെ മീൻ മാർക്കറ്റിലെത്തിയ പലർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാർക്കും പുക അസ്വസ്ഥതകളുണ്ടാക്കി. ആരാണ് തീയിട്ടതെന്ന് വ്യക്തമായിട്ടില്ല. രാവിലെ മീൻ മാർക്കറ്റിലെത്തിയവർക്ക് മാത്രമല്ല ആശുപത്രിയിലെ രോഗികൾക്കും കനത്ത പുക വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ടാകാമെന്ന് മീൻ മാർക്കറ്റിലെത്തിയ ഹോട്ടലുടമ PP രജിത് കുമാർ പറഞ്ഞു. കേരള സ്റ്റോറി 2 സിനിമയുടെ പ്രദർശനത്തിനെതിരെ തലശ്ശേരിയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. കേരളത്തിന്റെ യഥാർത്ഥ ചിത്രമല്ല സിനിമയെന്നും മതസൗഹാർദ്ദം തകർക്കാനും കേരളത്തെ അപമാനിക്കാനുമുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലിബർട്ടി തിയേറ്ററിലെ പ്രദർശനം തടഞ്ഞത്. കേരളത്തിന്റെ യഥാർത്ഥ ചിത്രമല്ല സിനിമ എന്നും മതസൗഹാർദ്ദം തകർക്കാനും കേരളത്തെ അപമാനിക്കാനുമുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലിബർട്ടി തിയേറ്ററിലെ പ്രദർശനം തടഞ്ഞത്. കേരള സ്റ്റോറി പ്രദർശനം ബഹിഷ്കരിക്കാനും പ്രതിഷേധിക്കാനും മതനിരപേക്ഷ കേരളം തയ്യാറാകണമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ഇന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ കേരള സ്റ്റോറിയുടെ 2ാം പതിപ്പ് പ്രദർശിപ്പിക്കുകയാണ്. അതിനെതിരായി ആ പ്രദർശനം തടയുമെന്ന് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തലശ്ശേരിയിലെ ലിബർട്ടി ടാക്സിൽ ഡിവൈഎഫ്ഐയുടെ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി വലിയ നിലയിൽ ഈ പ്രദർശനം തടയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് BJP സംഘപരിവാരം സ്പോൺസർ ചെയ്ത് ഇത്തരത്തിൽ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. കേരളത്തിന്റെ പൊതുചിത്രത്തെ സംബന്ധിച്ച് നല്ലതുപോലെ ധാരണയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. മതനിരപേക്ഷ പാരമ്പര്യത്തിന് പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. അതോടൊപ്പം എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ അവരവരുടെ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ആഘോഷ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നവരാണ്. മറ്റ് മതസ്ഥ വിഭാഗങ്ങളുടെ കണ്ണീരൊക്കുന്നതിനു വേണ്ടി അവരുടെ പ്രയാസങ്ങൾ മറികടക്കുന്നതിനു വേണ്ടിയിട്ടെല്ലാം നേതൃത്വം കൊടുക്കുന്നവരാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇങ്ങനെയാണ് കേരളം എന്ന് പ്രചരിപ്പിക്കുന്ന തെറ്റായ പ്രചരണം കൊടുത്തുകൊണ്ട് ഇത്തരം സന്ദേശം കൊടുക്കുന്ന ഇത്തരം സിനിമകൾക്ക് എതിരായി അതിശക്തമായിട്ട് പ്രതിഷേധം കേരളത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി ആണ് എന്ന് ഇതിന്റെ സംവിധായകൻ പറയുമ്പോൾ തന്നെ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും അവരോട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഇരകളായി നിങ്ങൾ കാണിക്കുന്ന ആളുകൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കുറച്ചാളുകളെ കൊണ്ടുവന്ന് ഇവരാണ് എന്ന് പറയുമ്പോൾ അവരാരും തന്നെ മലയാളികൾ അല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടായിട്ടുള്ള വിരോധാഭാസം. പ്രതിഷേധത്തിന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കിരൺ കരുണാകരൻ, P സനീഷ്, ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് PV സച്ചിൻ, K മാർഫാൻ, ലിജിൻ തിലക് എന്നിവർ നേതൃത്വം നൽകി. കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ എവർ റോളിംഗ് സ്വർണ്ണക്കപ്പിനായുള്ള ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2 മത്സരങ്ങൾ മാർച്ച് 1 മുതൽ 22 വരെ എരഞ്ഞോളി കിൻഫ്ര പാർക്ക് കുണ്ടഞ്ചേരി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്റ്റേഡിയത്തിൽ നടക്കും. ദേശീയ ഫുട്ബോൾ താരം IM വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ കേരളയുടെ അംഗീകാരത്തോടെ നടത്തുന്ന കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ എവർ റോളിംഗ് സ്വർണ്ണക്കപ്പിനായുള്ള ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2 മത്സരങ്ങൾ മാർച്ച് 1 മുതൽ 22 വരെ എരഞ്ഞോളി കിൻഫ്ര പാർക്ക് കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരങ്ങൾ മാർച്ച് 1 വൈകിട്ട് ദേശീയ ഫുട്ബോൾ താരം IM വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. കഴിഞ്ഞ തവണ ഈ ഫുട്ബോൾ മത്സരം കേരളത്തിൽ നടക്കുന്ന SFIയുടെ നേതൃത്വത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഏറ്റവും ജനകീയ ഫുട്ബോൾ ടൂർണമെന്റായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ്.
എല്ലാ ദിവസവും തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ആ ഗാലറിയൊക്കെ നിറഞ്ഞ് ആ ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫുട്ബോൾ പ്രേമികളും ആ നാടിനകത്തുള്ള സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള എല്ലാവരും ഒരു വലിയ ആഘോഷമായിട്ട്, അത് എരഞ്ഞോളി മാത്രമല്ല തലശ്ശേരിക്കെമ്പാടുമുള്ള തലശ്ശേരിക്കും അതിന് പുറത്തുമുള്ളവർ ആ മത്സരം കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. നാട് നെഞ്ചേറ്റിയിട്ടുള്ള ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഇത്തവണ മാർച്ച് മാസം 1-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. വലിയ പങ്കാളിത്തം തീർച്ചയായും ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ തവണയുള്ളതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യം ഗാലറിയിലെല്ലാം നമ്മൾ ചെറിയ വ്യത്യാസം ഉണ്ടാക്കി മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലേക്ക് അതിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിന്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം എന്ന് മാത്രം. ഫൈനൽ ജേതാക്കൾക്ക് സ്വർണ്ണക്കപ്പിനൊപ്പം 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും സമ്മാനിക്കും. റണ്ണേഴ്സ് അപ്പിന് കുണ്ടാഞ്ചേരി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക ട്രോഫിയും 50,000 രൂപയും നൽകും. 8,000-ലേറെ കാണികൾക്കിരിക്കാവുന്ന ഫ്ലഡ് ലൈറ്റ് കോർട്ടിൽ നടത്തുന്ന ടൂർണമെന്റിനെത്തുന്നവർക്ക് നോമ്പ് തുറക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എൻട്രി ഫ്രീ ആവുന്ന കേരളത്തിലെ SFA അംഗീകൃത ഒരേ ഒരു ടൂർണമെന്റാണ് കൊടിയേരിയുടെ നാമധേയത്തിലുള്ള ഈ ടൂർണമെന്റ്. കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഒരു 10,000 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ഒരു ICL മാതൃകയിൽ ലഹരി കളിക്കളത്തിനോട് സേ നോ ടു ഡ്രഗ്സ് മൂവ് ടു സ്പോർട്സ് എന്ന ടാഗ് ലൈനോട് കൂടിയാണ് രണ്ടാമത് കൊടിയേരി ഗോൾഡ് കപ്പ് സീസൺ 2 വരുന്നത്. 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വിന്നേഴ്സിനുള്ള എവറോളിംഗ് ഗോൾഡ് കപ്പും 1 ലക്ഷം രൂപയാണ് പ്രൈസ് മണി. രണ്ടാം സമ്മാനം കുണ്ടാഞ്ചേരിയുടെ പേരിലുള്ള കപ്പും ഒപ്പം 50,000 രൂപ ക്യാഷ് പ്രൈസും. ഒരു നാടിൻ്റെ ജനകീയോത്സവമായിട്ടാണ് കഴിഞ്ഞ തവണ തന്നെ സീസൺ 1 തന്നെ ഇത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു എരഞ്ഞോളിയോട് ചേർന്ന് കിടക്കുന്ന തലശ്ശേരി എരഞ്ഞോളി പ്രദേശത്തുള്ള കായിക പ്രേമികളുടെ ഒരു ഉത്സവമായിട്ടാണ് ഇത് മാറാൻ വേണ്ടി പോകുന്നത്. ഒപ്പം വിവിധ ദിവസങ്ങളിലായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഫുട്ബോളർ ഉൾപ്പെടെ IM വിജയനാണ് ഉദ്ഘാടനത്തിന് വരുന്നത്. ഒപ്പം കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കായിക രംഗത്തുള്ള പ്രഗത്ഭരായ ആളുകളെല്ലാം മുൻ ആഭ്യന്തര ടൂറിസം മന്ത്രി തലശ്ശേരിയുടെ അഭിമാനമായ കൊടിയേരിയുടെ പേരിൽ നടക്കുന്ന ഈ ടൂർണമെന്റിൽ വിവിധ ദിവസങ്ങളിലായി 22 ദിവസങ്ങളിലായിട്ടാണ് ഇത് ക്രമീകരിച്ചത്. 19 മത്സരങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഒപ്പം ആ നാടിന്റെ തന്നെ ഒരുപാട് സാംസ്കാരിക പരിപാടികളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ അരങ്ങേറും. നമുക്ക് ഇതിന്റെ ഇവിടെ നോമ്പ് കാലമായതുകൊണ്ട് തന്നെ അതിന് നോമ്പ് തുറ ഉൾപ്പെടെ അവിടെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടാണ് ഈ ടൂർണമെന്റ് ഉള്ളത്. പ്രഗത്ഭരായ വിദേശ കളിക്കാർ ഉൾപ്പെടുന്ന 20 ടീമുകൾ മത്സരിക്കാനെത്തും. വാർത്താ സമ്മേളനത്തിൽ SK അർജുൻ, A ബിബിൻ, M പ്രജീഷ്, AK രമ്യ, M ഉദയകുമാർ, KC ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം തെണ്ടപ്പറമ്പിൽ KP മോഹനൻ MLA നിർവഹിച്ചു. തെണ്ടപ്പറമ്പിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് തല ഉദ്ഘാടനവും KP മോഹനൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം നല്ല വെളിച്ചം ലഭിക്കുക എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് KSCBയെ സംബന്ധിച്ചിടത്തോളം പവർ കട്ടില്ലാത്ത കേരളമാണ്. അതുകൊണ്ട് തന്നെ പവർഫുൾ KSCB ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പവറോടുകൂടി എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം നമുക്ക് പവർ കട്ടില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏത് സന്ദർഭത്തിലും എന്തെങ്കിലും കാറ്റും മഴയും ഒക്കെ തന്നെ ഉണ്ടായാൽ സാധാരണഗതിയിൽ വൈദ്യുതി നിലച്ചു പോകും, കമ്പിയിൽ മരം പൊട്ടി വീണിട്ടൊക്കെ തന്നെ. പക്ഷേ അത് ഉടൻ തന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ജീവനക്കാർ വരികയും ആ സമയത്ത് തന്നെ നന്നാക്കി മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ നിലയിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വൈദ്യുതി വകുപ്പിൻ്റെ കീഴിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് നാട്ടുകാരുടെ സഹായത്തോടുകൂടി, അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൻ്റെ ഒക്കെ തന്നെ സംരക്ഷണം നമ്മുടെ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരും ഏറ്റെടുക്കണമെന്നും. തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ മൂലശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ നസീമ ചാമാളിയിൽ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CK മുഹമ്മദ് അലി, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PP പവിത്രൻ, C മുനീറ, പഞ്ചായത്ത് അംഗങ്ങളായ പവിത്രൻ, മുകുന്ദൻ,
പൊതുപ്രവർത്തകനായ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേ പോലൂർ കുഴിക്കൽ സെൻട്രൽ പോലൂർ റോഡ് നിർമ്മാണ പ്രവൃത്തിക്ക് വേഗം കൂടി. KP മോഹനൻ MLA സ്ഥലം സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തി. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ 10 കോടി രൂപയുടെ മെക്കാഡം ടാറിംഗ് പ്രവൃത്തിയാണ് നടക്കുന്നത്. വടക്കേ പോലൂർ കുഴിക്കൽ സെൻട്രൽ പോലൂർ റോഡ് നിർമ്മാണ പ്രവൃത്തിക്ക് വേഗം കൂടി. KP മോഹനൻ MLA സ്ഥലം സന്ദർശിച്ച് പ്രവർത്തന പുരോഗതി വിലയിരുത്തി. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ 10 കോടി രൂപയുടെ മെക്കാഡം ടാറിംഗ് പ്രവൃത്തിയാണ് നടക്കുന്നത്. സെൻട്രൽ പൊയിലൂരിൽ നിന്ന് ചമതക്കാട്ടേക്കുള്ള 3.57 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട്. മെക്കാഡം ടാറിംഗ് ചെയ്ത റോഡ് യാഥാർത്ഥ്യമാവുന്നതോടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് വഴിയൊരുക്കും. OK സുരേന്ദ്രൻ മാസ്റ്റർ, TP അനന്തൻ മാസ്റ്റർ, CK ബാലൻ, ബാലൻ കൊറ്റുമ്മൽ, KC മുകുന്ദൻ, ഉഷ രേരോത്ത്, AP ഭാസ്കരൻ മാസ്റ്റർ, VM ചന്ദ്രൻ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായി. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ബജറ്റ് 32,60,52,912 രൂപ വരവും 31,79,28,700 രൂപ ആകെ ചെലവും 81,24,212 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രഘുത്തമൻ അവതരിപ്പിച്ചത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 32,60,52,912 രൂപ വരവും 31,79,28,700 രൂപ ചിലവും 81,24,212 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രഘുത്തമൻ അവതരിപ്പിച്ചത്. തൊഴിൽ നികുതി 32,80,000, ആകെ നികുതി വരവുകൾ 1,06,30,000, നികുതിയിതര വരവുകൾ വാടക, രജിസ്ട്രേഷൻ ചാർജ് ഫീ, ലൈസൻസ് ഫീസ്, കെട്ടുനിർമ്മാണ പെർമിറ്റ്, റെഗുലറൈസേഷൻ ഫീ, സർട്ടിഫിക്കറ്റ്, കസ്റ്റാറ്റ് ഫീ, ഫൈൻ, പിഴ, പലിശ വരവ്, മറ്റ് ഫീസുകൾ, യൂസർ ചാർജ്, ഉൽപ്പന്നങ്ങളുടെ വില. ക്ഷീര കർഷകരുടെ ക്ഷാമം ഉറപ്പുവരുത്താനും ക്ഷീരമേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനും പഞ്ചായത്തിൽ ക്ഷീരഗ്രാമം പദ്ധതി ആരംഭിക്കും. ചിറ്റാരിപ്പറമ്പിന്റെ പ്രൗഢി നിലനിർത്താൻ ചിറ്റിലരി ബ്രാൻഡിൽ അരി വിപണിയിലെത്തിക്കും. വനിതാ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റിൽ ഉറപ്പു നൽകുന്നു. ആദിവാസികൾക്കിടയിൽ കായികാഭിരുചി വളർത്താൻ പരിശീലനങ്ങൾ സംഘടിപ്പിക്കും. ആദിവാസി മേഖലയിലെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കും. പുഴയോരം കേന്ദ്രീകരിച്ച് ജൈവ വൈവിധ്യ പാർക്ക് നിർമ്മിക്കും. ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണത്തിൽ പ്രസിഡന്റ് പവിന കാരായി അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സിജ രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OK അനുരാധ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CC സാഹിൽ രാജ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P ജനാർദ്ദനൻ, V സൗമിനി, V ബാലൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ P അശോകൻ, CDS ചെയർപേഴ്സൺ K അജിത, T പവിത്രൻ, KV ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KK സത്യൻ സ്വാഗതവും അക്കൗണ്ടന്റ് MB റിഷമോൾ നന്ദിയും പറഞ്ഞു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന് 2026-2027 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് MK സെയ്തുവാണ് അവതരിപ്പിച്ചത്. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന ബജറ്റ് യോഗത്തിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ MK സെയ്തു ബജറ്റ് അവതരണം നടത്തി. പ്രസിഡന്റ് അർജുൻ പവിത്രൻ അധ്യക്ഷനായി. ഈ സമയത്തിനുള്ളിൽ തന്നെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയ ഏറ്റവും ജനകീയമായി തന്നെ പൂർത്തീകരിക്കാനും വാർഷിക പദ്ധതിക്ക് അന്തിമ രൂപം നൽകാനും പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. വാർഷിക പദ്ധതിയുടെ രൂപീകരണ പ്രക്രിയ ജനപങ്കാളിത്തത്തോടെയാണ് നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ടും അത്തരത്തിൽ രൂപീകരിച്ച പദ്ധതി രേഖ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ് എന്നതിനാലും ജനകീയമായൊരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ നാം പരിഗണിക്കേണ്ടതും ഊന്നൽ നൽകേണ്ടതുമായ മേഖലകൾക്ക് അർഹമായ പരിഗണന നൽകാൻ ഈ കരട് ബജറ്റിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. സെക്രട്ടറി TS പ്രണവ്, അക്കൗണ്ടന്റ് PK സുധീഷ് എന്നിവർ സംസാരിച്ചു. ക്ലീൻ ന്യൂമാഹി, ഗ്രീൻ ന്യൂമാഹി എന്ന പേരിൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ
കർമ്മ പദ്ധതിയായി ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾക്ക് ബജറ്റിൽ പ്രത്യേക പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. ഉൽപാദന മേഖലയിലെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ ബജറ്റ് കാർഷിക മേഖലയിലെ പദ്ധതികൾക്ക് 25 ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിലെ പദ്ധതികൾക്ക് 6.5 ലക്ഷം രൂപയും മത്സ്യബന്ധന മേഖലയിലെ പദ്ധതികൾക്ക് 25 ലക്ഷം രൂപയും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് 8.75 രൂപയും ഉൾപ്പെടെ ഉൽപാദന മേഖലയിൽ ആകെ 65.25 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിലെ റോഡുകൾ, നടവഴികൾ എന്നിവയുടെ പരിപാലനം, ഊർജ്ജ മേഖലയിലെ പദ്ധതികൾ എന്നിവ ഉൾപ്പെടെ പശ്ചാത്തല മേഖലയിലേക്ക് ആകെ 1.10 കോടി രൂപയാണ് വകയിരുത്തിയത്. 16,88,79,050 രൂപ വരവും 18,42,79,039 രൂപ ചെലവും 22,47,039 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇനിയൊരു ഇടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. കോൺടാക്ട് 0490233707, 9895485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Welcome to Modern Clay Preschool, Pandakal, Mahi. Usha ma'am, the founder and principal of Ideal School, with an experience of more than 40 years, is all set to welcome the little ones into the world of knowledge, where little dreams take shape and young minds shine bright. The school is child-centric and activity-based and designed to foster creativity, curiosity and confidence. The center offers tailored program for early childhood development, which includes playgroup, nursery, kindergarten and daycare. Invest
instant paces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷങ്ങൾക്ക് മാർച്ച് 2-ന് തുടക്കമാകും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം രാവിലെ 11:30 സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കുടുംബശ്രീ സംഗമം, വിദ്യാർത്ഥി സംഗമം, യുവജന സംഗമം, വയോജന സംഗമം തുടങ്ങി ഒരു വർഷം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരിപാടികളുടെ ഉദ്ഘാടനം മാർച്ച് 2-ന് തിങ്കളാഴ്ച രാവിലെ 11:30 വടക്കുംപാട് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്യും. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ അധ്യക്ഷനാവുമെന്നും സംഘാടകർ പറഞ്ഞു. വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ 1926 ഡിസംബർ 26-ന് മണ്ണിയാട് ഐക്യ നാണയ സംഘമായി പ്രവർത്തനം ആരംഭിച്ചു. 1972-ൽ വടക്കുംപാട് സർവീസ് സഹകരണ സംഘമായി പ്രവർത്തിക്കുകയും പിന്നീട് അതിനുശേഷം 1980-ലാണ് വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്കായി പ്രവർത്തിച്ചു വരുന്നത്. ജനങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തുകൊണ്ട് ബാങ്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം 2026 മാർച്ച് 2 വടക്കുംപാട് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് രാവിലെ 11:30 എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് M പ്രസന്ന, ഡയറക്ടർമാരായ KA ജഗദീഷ് ബാബു, A പങ്കജാക്ഷൻ, CP കമലാക്ഷൻ, ബാങ്ക് സെക്രട്ടറി KK രേഷ്മ, ജീവനക്കാരനായ P പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നഗരസഭാ സ്റ്റേഡിയം പവലിയനിൽ KP മോഹനൻ MLA നിർവഹിച്ചു. ഫുഡ് എക്സ്പോയും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പങ്കെടുത്ത യോഗ ഡാൻസും മെഗാ യോഗ പ്രദർശനവും നടന്നു. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നഗരസഭാ സ്റ്റേഡിയം പവലിയനിൽ KP മോഹനൻ MLA നിർവഹിച്ചു. ജീവിതവുമായി ബന്ധപ്പെട്ടു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതിന്റെ ഗുണം എന്താണ്? ഒന്ന്, ശരീരം ഫ്ലെക്സിബിളാണ്. ഏത് വിധത്തിൽ തിരിക്കാനും മറിക്കാനും ഒക്കെ തന്നെ അത് നമ്മുടെ ഒരു അതോടൊപ്പം തന്നെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഒരു സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് ഇടപെടാൻ കഴിയുന്ന രൂപത്തിൽ. ഇപ്പൊ നമ്മളെ എഴുതാൻ വേണ്ടിയിട്ട് 3, 4, 5 ആളുകൾ വരുന്നു, നമ്മൾ ഒറ്റക്കേ ഉള്ളൂ. ചിലപ്പോൾ തോന്നണം നേരെ അങ്ങോട്ട് കയറി 2 കൊടുക്കാൻ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് പേടിയാവും. അല്ലെങ്കിൽ ഓടാനും തോന്നണം തിരിഞ്ഞ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. അതുപോലെ തന്നെ ശരീരം ഫ്ലെക്സിബിളാണ്.
ശരീരം ഫ്ലെക്സിബിൾ ആയാൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും വിമുക്തി നേടാൻ സാധിക്കും. അതാണ് യോഗയിലൂടെ ഉദ്ദേശിച്ചത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും യോഗയാണ്. യോഗ അതിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ നിർബന്ധമാക്കണം. ഫുഡ് എക്സ്പോയും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ പങ്കെടുത്ത യോഗ ഡാൻസും നടന്നു. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ വി ഷിജിത്ത് അധ്യക്ഷനായി. പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ, കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആരതി, പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എം ബാബുരാജ്, കോട്ടയം പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ സഫീറ, നഗരസഭാ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ ഫാത്തിമത്തുൽ ഹഷിദ, ഡോക്ടർ പി എം ധന്യ, ഡോക്ടർ സിതാര ധർമ്മരാജ്, ഡോക്ടർ എ പി ജിതേഷ്, ഡോക്ടർ എ ശ്രീഭ എന്നിവർ സംസാരിച്ചു. ദേശീയ യോഗ ചാമ്പ്യൻ അനുവർണികയുടെ യോഗ പ്രകടനം പങ്കെടുത്ത മുഴുവൻ പേരുടെയും പ്രശംസ പിടിച്ചുപറ്റി. പാനൂർ പാലക്കൂലിൽ സ്ഥാപിച്ച ലോമാസ് ലൈറ്റ് ഉദ്ഘാടനം കെ പി മോഹനൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. കൂത്തുപറമ്പ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോമാസ് ലൈറ്റുകൾ സ്ഥാപിച്ച് കെ പി മോഹനൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് വിവിധ ഭാഗങ്ങളിൽ ലോമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. കൂത്തുപറമ്പ്, പാനൂർ നഗരസഭകളിലും പാട്യം, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തുകളിലും ആദ്യഘട്ട ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. പാനൂർ നഗരസഭയിലെ പാലക്കൂലിൽ സ്ഥാപിച്ച ലോമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം കെ പി മോഹനൻ MLA നിർവഹിച്ചു. പവർക്കട്ടില്ലാത്ത കേരളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. മാറി എന്ന് തന്നെ പറയാം. പവർക്കട്ട് ഉണ്ടായാൽ തന്നെ എവിടെയാണോ അതിൻ്റെ തകരാറ് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാനുള്ള നടപടികളുമായിട്ടാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മുന്നോട്ട് പോകുന്നത്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷത്ത് ടീച്ചർ അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ അൻസത്തി മീത്തൽ സ്വാഗതം പറഞ്ഞു. ടി രാജൻ മാസ്റ്റർ, പി ദിനേശ് കുമാർ, കെ ബാലൻ, കെ എം ജിനിൽകുമാർ, കെ പി ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ആധാരം എഴുത്തുകാരുടെ ഏകവർഗ സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ യൂണിറ്റ് ജനറൽ ബോഡി യോഗങ്ങൾ നടന്നു. കല്ലിക്കണ്ടിയിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് MV രമേശും പാനൂരിൽ നഗരസഭാ വൈസ് ചെയർമാൻ ബാബുരാജും ഉദ്ഘാടനം ചെയ്തു. ആധാരം എഴുത്തുകാരുടെ ഏകവർഗ സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ യൂണിറ്റ് ജനറൽ ബോഡി യോഗങ്ങൾ നടന്നു. കല്ലിക്കണ്ടിയിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് MV രമേശ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമത്തിൽ നിന്ന് ആനുകൂല്യത്തിന് അപേക്ഷ നൽകി 2010 അപേക്ഷ നൽകി, ഇന്നും അതിൻ്റെ ആനുകൂല്യം കിട്ടില്ല എന്ന് അറിയിച്ചത് 2020 ക്ഷേമനിധി ബോർഡ് അംഗം ആയതിനു ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ക്ഷേമനിധി അംഗം എന്ന നിലയിൽ ഒരംഗം തുടർച്ചയായി 3 മാസം അടക്കേണ്ട തുക അടച്ചില്ലെങ്കിൽ അവരുടെ ക്ഷേമനിധി അംഗത്വം ക്യാൻസലാകും. ഏകദേശം 1 വർഷം 1.5 വർഷത്തോളം ക്ഷേമനിധി അംഗത്വം അടക്കാതെ മുടങ്ങിക്കിടക്കുന്ന അംഗം മരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 2 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാൻ പ്രവർത്തിച്ച ഒരു ക്ഷേമനിധി ബോർഡ് അംഗമാണ് ഞാൻ. KC മുകുന്ദൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PS സുരേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം സജീവൻ കല്ലിക്കണ്ടി, ജില്ലാ കമ്മിറ്റി അംഗം P രാധാകൃഷ്ണൻ, PV സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആധാരം എഴുത്തുകാരായ KC മുകുന്ദൻ, KP റജില, കഥാകാരൻ സുരേന്ദ്രൻ ബച്ചാലി എന്നിവരെ അനുമോദിച്ചു. KP ചന്ദ്രൻ സ്വാഗതവും KP റജിന നന്ദിയും പറഞ്ഞു. പാനൂരിൽ നഗരസഭാ വൈസ് ചെയർമാൻ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു.
പി മോഹനൻ അധ്യക്ഷനായി. എം വി രമേശ്, പി എസ് സുരേഷ് കുമാർ, സജീവൻ കല്ലിക്കണ്ടി, പി രാധാകൃഷ്ണൻ, കെ പി ചന്ദ്രൻ, കെ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. എം മുഹമ്മദ് അലി സ്വാഗതവും എം സത്യൻ നന്ദിയും പറഞ്ഞു. വലിയൊരു കുടുംബം, കേരളത്തിലെ വലിയൊരു കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പലതും കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആധാരം എഴുത്തുകാരുടെയും തൊഴിലിന് ഭീഷണി നേരിടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള ശക്തമായ പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിങ്ങളുടെ യൂണിറ്റി തലത്തിൽ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് കരകയറാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും അതിനുവേണ്ടി ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ വളരെ ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനം ഭാവിയിൽ ആവശ്യമായിട്ടുണ്ട്. ഇന്നും കേരളത്തിലെ ആധാരമെഴുത്തുകാർ ഇതുപോലെ നിലകൊള്ളുന്നത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് എനിക്ക് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനുള്ളത്. നമ്മളൊന്ന് ചിന്തിക്കണം. അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ക്ഷേമനിധി ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നില്ലെങ്കിൽ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ, ഉത്സവബത്ത ഉൾപ്പെടെയുള്ളവ ലഭിക്കുമായിരുന്നില്ല. മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പണിയില്ലാത്ത വക്കീലന്മാരും പണം വാങ്ങിയാൽ കൊതിതീരാത്ത റിട്ടയർഡുകാരും എന്നേ ഈ രംഗം കൈയടക്കുകയും നമ്മൾ നാമാവിശേഷമാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാക്കി മാറ്റുവാൻ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം പാനൂർ ഏരിയ കമ്മിറ്റി ടേബിൾ ടോക്കും ഇഫ്താർ സംഗമവും നടത്തി. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് ടീച്ചർ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചു. ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം പാനൂർ ഏരിയ കമ്മിറ്റി ടേബിൾ ടോക്കും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടത്തിൽ നൌഷദ് ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി അഫീദ അഹമ്മദ് ഇഫ്താർ സന്ദേശം നൽകി. ഏരിയ കൺവീനർ TMB നുഫൈസ അധ്യക്ഷയായി. പാനൂർ നഗരസഭാ കൗൺസിലർമാരായ ഉമൈസ തിരുവമ്പാടി, ആബിദ, ഷമീന, സാജിദ അഷ്റഫ്, എസ് അക്കാദമി പ്രിൻസിപ്പൽ നിവ്യ വിജയൻ, ജിഷ ടീച്ചർ, ജസീല കൈവേലിക്കൽ എന്നിവർ സംസാരിച്ചു. ധ്രുവിമോളുടെ ചികിത്സക്കായി സ്നേഹ ചായക്കടയൊരുക്കി ഡിവൈഎഫ്ഐ മൊകേരി മേഖലാ കമ്മിറ്റി. കൈകോർത്ത് പ്രദേശവാസികളും യാത്രക്കാരും. വലിയ പ്രതികരണമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മൊകേരി കടയപ്പുറത്തെ രജിലേഷ് ദിവ്യ ദമ്പതികളുടെ മകളായ ധ്രുവിക്ക് അമ്മ തന്നെ കരൾ പകുത്തു നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കുമുള്ള ഭാരിച്ച തുക കണ്ടെത്താൻ ഈ കുടുംബത്തിന് സാധിക്കാത്ത അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്നേഹ ചായക്കടയുമായി രംഗത്തിറങ്ങിയത്. പ്രദേശവാസികളും യാത്രക്കാരും ഈ സംരംഭത്തോട് വലിയ രീതിയിൽ സഹകരിക്കുകയും ചെയ്തു. കടയപ്പുറം തെരുവിലെ ഒരു 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ധ്രുവി. അവളുടെ കരൾ മാറ്റ ശസ്ത്രക്രിയയോടനുബന്ധിച്ചുകൊണ്ട് വളരെ വലിയൊരു ചെലവാണ് ആ വീട്ടുകാർക്ക് താങ്ങേണ്ടി വരിക. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കൈത്താങ്ങായിട്ടാണ് ഡിവൈഎഫ്ഐ മൊകേരി മേഖലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പരിപാടി, ഒരു സ്നേഹ ചായക്കടയിലൂടെ പൈസ സ്വരൂപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. നിങ്ങളാൽ കഴിയാവുന്ന 1 രൂപയെങ്കിൽ 1 രൂപ അവർ ചേർത്ത് നിർത്താൻ വേണ്ടി, ആ കുഞ്ഞിൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ ഒരുമിച്ചിരിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണവും ഊർജിതമായി നടക്കുന്നുണ്ട്. കനിവുള്ളവരുടെ സഹായമുണ്ടായാൽ മാത്രമേ ഈ കുരുന്നു ജീവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്ന അവസ്ഥയിലാണ് കുടുംബം.
സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ശാസ്ത്ര കാർഷിക മേള സംഘടിപ്പിച്ചു. വിവിധ പ്രൊജക്ടുകളുടെയും കാർഷിക വിളകളുടെയും പ്രദർശനവും നടന്നു. ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ സൃഷ്ടിപരമായ ശാസ്ത്രീയ മോഡലുകളും പ്രൊജക്ടുകളും പ്രദർശിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണം, പുനരുപയോഗം, ഊർജ്ജ സംരക്ഷണം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മോഡലുകൾ ഏറെ ശ്രദ്ധേയമായി. കാർഷിക മേളയിൽ വിവിധ വിളകൾ, വിത്തുകൾ, ജൈവകൃഷിയുടെ മാതൃകകൾ, കൃഷിരീതികൾ എന്നിവ പ്രദർശിപ്പിച്ചു. കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് ശാസ്ത്രവും കാർഷികവും മേഖലയായി ബന്ധപ്പെട്ട ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ഒരുപാട് കുട്ടികൾ കാണാൻ വരുന്നുണ്ട്. പഴയകാല കൃഷി അറിവുകളും ശാസ്ത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് കുട്ടികൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം ഇത് ഷെഞ്ചിത്തിൻ്റെ ശേഖരമാണ്. ഇതിൽ പലതരം മഞ്ഞളുകൾ മറ്റ് ഒക്കെ ഉണ്ട്. ഇതിൽ പുരാവസ്തുക്കളാണ്, പഴയ കാലത്തുള്ള വീട്ടുപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും. അത് കുട്ടികൾക്ക്, പല കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇന്ന് അറിയില്ല. പണ്ട് കാലത്ത് നമ്മൾ നെല്ലുണ്ടാക്കാനും മറ്റ് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനും ഉപയോഗിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 100 കൊല്ലം മുമ്പ് വരെയുള്ള ഉപകരണങ്ങളൊക്കെ ഈ ശേഖരത്തിലുണ്ട്. LIC എംപ്ലോയീസ് യൂണിയൻ തലശ്ശേരി യൂണിറ്റ് 2 വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഡിവിഷൻ യൂണിയൻ പ്രസിഡന്റ് K. ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. LICയുടെ കൂടുതൽ ഓഹരികൾ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാർ നയം ഉപേക്ഷിക്കണമെന്നും ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് 3, 4 തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്നും ജനദ്രോഹ തൊഴിൽ കോഡുകൾ പിൻവലിക്കണമെന്നും LIC എംപ്ലോയീസ് യൂണിയൻ തലശ്ശേരി യൂണിറ്റ് 2 വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. യോഗം ഡിവിഷൻ യൂണിയൻ പ്രസിഡന്റ് K. ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. വാർഷിക യോഗങ്ങളുടെ സമയം കഴിഞ്ഞ മാസം മുതൽ നമ്മൾ ആരംഭിച്ചു. ബ്രാഞ്ച് യോഗങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ യൂണിറ്റുകളുടെ സമ്മേളനം മാർച്ചോടുകൂടി അവസാനിക്കും. അതിനുശേഷം നമ്മുടെ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ സമ്മേളനങ്ങളുണ്ട്. അതിനുശേഷം ഡിവിഷൻ യൂണിയന്റെ വാർഷിക സമ്മേളനവും വരാനിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം M. അനിൽകുമാർ അധ്യക്ഷനായി. P. അശോകൻ സ്വാഗതം പറഞ്ഞു. ബ്രാഞ്ച് മാനേജർ ഉമാദേവി, CV സൂരജ്, EK ഷാജി, K. വത്സരാജ്, ഷാജു എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ആശ്രയ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണത്തിന് തുടക്കമായി. നഗരസഭാ കൗൺസിലർ ജിഷ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശ്രയ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങൾക്കുള്ള പ്രഭാത ഭക്ഷണ വിതരണം AVK നായർ റോഡിലുള്ള ഷോപ്പിംഗ് സെന്ററിലെ ഓഫീസിൽ നടന്നു. നഗരസഭാ കൗൺസിലർ ജിഷ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശ്രയ ചെയർമാൻ VK സന്തോഷ് കുമാർ അധ്യക്ഷനായി. ഭക്ഷണ വിതരണത്തിനായി ബിനാക്ക ഹോട്ടലിനെയാണ് ട്രസ്റ്റ് ഏൽപ്പിച്ചത്. ആശ്രയ ഫൗണ്ടർ വിമൽ T. വിൽസൺ സ്വാഗതവും മാനേജർ സുധീർ കുമാർ നന്ദിയും പറഞ്ഞു. നമുക്ക് കഴിഞ്ഞ ടൈമിലെല്ലാം സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് ബാഗിൽ കൂടെ അങ്ങനെയുള്ള കിറ്റുകൾ നൽകിയും ആഘോഷവേളകളിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനുള്ള. നാദാപുരത്തിനടുത്ത് പുളിയാവ് നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗ്രാൻഡ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് പുന്നക്കൽ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. ദൈവമെന്ന മഹാശക്തിയുടെ സാന്നിധ്യത്തെ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്യപൂർവ മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സമ്മേളിക്കുന്നത്. സാധാരണഗതിയിൽ ഈ സന്ദർഭങ്ങളിൽ
ഈശ്വരനെ പ്രകീർത്തിക്കുന്ന ദിക്റുകളാണ് ചെയ്യുന്നത്. ദൈവമെന്ന മഹാശക്തിയുടെ പ്രപഞ്ചവും അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അസാമാന്യ ശക്തിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്ന, അതായത് ദിക്റ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഡോക്ടർ മധുസൂദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അബ്ദുള്ള വയലോളി അധ്യക്ഷനായി. ബംഗ്ലത്ത് മുഹമ്മദ്, കെ അബ്ദുള്ള, ഹാദി ഇസ്മയിൽ പൊയിൽ, കെ അബൂബക്കർ ഹാജി, ഉസ്മാൻ മാസ്റ്റർ, CH ഹമീദ് മാസ്റ്റർ, A ആമിന ടീച്ചർ, P ഷാഫി, സഫിയ വയലോളി, TTK ഖാദർ ഹാജി, കരയത്ത് അസീസ് ഹാജി, മോഹനൻ പാറക്കടവ്, CK ഉസ്മാൻ ഹാജി, തൊടുവയിൽ മഹമ്മൂദ്, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് M ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. മുഴപ്പിലങ്ങാട് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി അടിയറ വിവിധ പരിപാടികളോടെ ക്ഷേത്രസന്നിധിയിൽ സമർപ്പിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. മുഴപ്പിലങ്ങാട് കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അടിയറ വരവ് വിവിധ കലാപരിപാടികളോടെ ക്ഷേത്രസന്നിധിയിൽ സമർപ്പിച്ചു. താലപ്പൊലിയേന്തിയ ബാലികമാരും മുത്തുക്കുടകളും ടാബ്ലോകളും അടിയറ വർണ്ണാഭമാക്കി. ശ്രീനാരായണ മഠത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച കാഴ്ചയെ കുറുമ്പ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രതിഷേധത്തിനിടെ വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിൽ കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കള്ളക്കഥ മെനഞ്ഞതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തിയതായും സണ്ണി ജോസഫ്. കൂത്തുപറമ്പിലെ UK കുഞ്ഞിരാമൻ തലശ്ശേരി കലാപത്തിന്റെ ഇരയിലെന്ന് UDF നേതാക്കൾ. കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാറപ്പുറത്ത് നടത്തിയ പ്രസംഗം യാഥാർത്ഥ്യ വിരുദ്ധമായ പെരും നുണയാണെന്നും UDF നേതാക്കൾ. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് നടത്തിവരുന്ന പദയാത്രകൾ NDA സർക്കാരിന്റെ അഴിമതിയും പോരായ്മകളും തുറന്നുകാട്ടാനാണെന്ന് പുതുച്ചേരി പ്രദേശ് കോൺഗ്രസ് നേതാക്കൾ. പുതുച്ചേരിയിൽ കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിക്കുമെന്നും നേതാക്കൾ. VS അനിൽകുമാറിന്റെ വീട്ടിന് മുന്നിൽ റീത്ത് വെച്ചവരെ ഉടൻ കണ്ടെത്തണമെന്ന ആവശ്യവുമായി മുൻ CPM നേതാവ് V കുഞ്ഞികൃഷ്ണൻ. DYSP ഉൾപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചതെന്ന് കുഞ്ഞികൃഷ്ണൻ. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.